ബാലചന്ദ്രൻ, നിങ്ങൾക്കിനി ഇവിടെ എവിടെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാം. ദൂരേക്ക് ഒരു അതിരോട് സർ. ഞാൻ തെറ്റുകാരനാണ്. പക്ഷേ പ്രമീള നിങ്ങളുടെ ഭാര്യയായതിനു ശേഷം... മിസ്റ്റർ ബാലചന്ദ്രൻ, വേണ്ട. എനിക്ക് വേണ്ടി ഇനി നിങ്ങൾ വാദിക്കണ്ട. എന്റെ വിധിയും ശിക്ഷയും കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ സ്വതന്ത്രയാണ്. ഞാൻ മിസ്റ്റർ ബാലചന്ദ്രനെ സ്നേഹിച്ചിരുന്നു. ഞങ്ങളുടെ വിവാഹ നിശ്ചയം വരെ എത്തിയതാണ്. നിങ്ങളുടെ വിശ്വസ്ത ഭാര്യയെ ജീവിച്ചു കൊള്ളാമെന്ന് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ച നിമിഷം മുതൽ എന്റെ ഭർത്താവിനല്ലാതെ ഒരു അന്യപുരുഷന് ഞാൻ എന്റെ മനസ്സിൽ സ്ഥാനം നൽകിയിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ഒരു ഭർത്താവിന്റെ സഹവാസവും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നിങ്ങളുടെ അന്തസ്സത്ത ഒരു ഭാര്യയാകാൻ ഒരു സ്ത്രീയുടെ എല്ലാ സങ്കല്പങ്ങളും മോഹങ്ങളും ഞാൻ അടക്കി. നിങ്ങളുടെ ചിട്ടകൾക്ക് നിയമങ്ങൾക്ക് ഞാൻ വഴങ്ങി. എന്നിട്ട് ഒരു വളർത്തുനായുടെ സ്ഥാനം പോലും നിങ്ങൾ എനിക്ക് തന്നില്ല. എന്റെ വാക്കുകൾക്കും വിചാരങ്ങൾക്ക് പോലും നിയന്ത്രണമായിരുന്നു. എല്ലാം ഞാൻ സഹിച്ചു. ആ എന്നെ കൊണ്ടാണ് ഈ ഒപ്പിടി വെച്ചിരിക്കുന്നത്. ഞാൻ പരാതിപ്പെടുന്നില്ല. എല്ലാം ഞാൻ അർഹിക്കുന്നത്. ഈ ജീവിതം ഞാൻ സ്വയം തിരഞ്ഞെടുത്തതാണ്. ഡോക്ടർ, സർ, വേർ ഇസ് ശാന്തി? വിളിക്കാം സർ. ഓക്കെ. ഡോക്ടർ, Is it? yes. വിശ്വനാഥൻ ഹിയർ. ഹേ വിശ്വം, കൺഗ്രാറ്റുലേഷൻസ്. താനൊരു തന്തയാകാൻ പോകുന്നടോ. മനസ്സിലായില്ലേ? തന്റെ ഭാര്യ പ്രമീള ഗർഭിണിയാണെന്ന്. ഗോപാല, ഗോപാല, ഞാൻ മിസ്റ്റർ ബാലചന്ദ്രനെ സ്നേഹിച്ചിരുന്നു. ഞങ്ങളുടെ വിവാഹ നിശ്ചയം വരെ എത്തിയതാണ്. നിങ്ങളുടെ വിശ്വസ്ത ഭാര്യയെ ജീവിച്ചു കൊള്ളാമെന്ന് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ച നിമിഷം മുതൽ എന്റെ ഭർത്താവിനല്ലാതെ ഒരു അന്യപുരുഷന് ഞാൻ എന്റെ മനസ്സിൽ സ്ഥാനം നൽകിയിട്ടില്ല. വിശ്വം,
വരൂ. വിഷു, ഷീസ് അണ്ടർ സെഡറ്റീവ്. ഗുഡ് മോർണിംഗ്. ക്ഷീണമൊക്കെ മാറിയോ? നല്ല ഉറക്കമായിരുന്നല്ലോ. ഞാനൊന്നും അറിഞ്ഞില്ല ഡോക്ടർ. എന്നാ അറിയാനുള്ളത് പറയട്ടെ. പ്രമീള ഗർഭിണിയാണ്. ഇനി വീട്ടിൽ പോവാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു. വരൂ ഡോക്ടർ. പ്രമീള കുഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പോകുന്നു. ഇവിടെ നിന്ന് ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. ഉണ്ട്, നിന്റെ ഉദരത്തിൽ വളരുന്ന എന്റെ കുഞ്ഞിനെ. എന്റെ കുഞ്ഞ്, ആ കാര്യത്തിലെങ്കിലും ഉറപ്പുണ്ടല്ലോ. എനിക്കത് കേട്ടാ മതി. 8 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും എനിക്കൊരു കുഞ്ഞിനെ തരാതെ എന്റെ ആദ്യ ഭാര്യ മരിച്ചു. ജീവിതത്തിൽ ഒരച്ഛനാകാൻ സാധിക്കുമെന്ന സ്വപ്നം നിന്നെ വിവാഹം കഴിച്ചപ്പോഴും എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. എനിക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയണേ ലോകത്തോട്, എന്റെ കുടുംബം നിലനിർത്താൻ എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നെന്ന്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകരുത്. ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ ആവശ്യമില്ല. നിങ്ങളുടെ കുഞ്ഞിനെ മതി. ഒരു ഭാര്യയായി ഈ വീട്ടിലേക്ക് വന്ന ഞാൻ ഒരമ്മയെ ഇവിടെ നിന്നും തിരിച്ചു പോകുന്നു. ഞാൻ സന്തോഷത്തോടെ പ്രസവിക്കും. എന്റെ ജീവനും സ്നേഹവും നൽകി എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. ഇതാണ് ഈ ജീവിതത്തിൽ എനിക്ക് ബാക്കിയായി കിട്ടുന്നത്. അതെങ്കിലും അനുഭവിക്കാൻ എന്നെ അനുവദിക്കൂ. ഒരു
എങ്ങോട്ട്? എന്റെ കൂടെ. ഞാൻ നഷ്ടപ്പെടുത്തിയ പ്രമീളയുടെ ജീവിതം തിരിച്ചു തരാൻ. വൈകിപ്പോയി മിസ്റ്റർ ബാലചന്ദ്രൻ. ഈ കൈ അന്ന് നീട്ടിയിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞത് അമ്മയോട് പോയി പറയൂ. നിങ്ങൾ നഷ്ടപ്പെടുത്തി അവളുടെ ജീവിതം തിരിച്ചു കൊടുക്കൂ.